ഓം കൃഷ്ണായ മുരളീധരായ സർവവേദാന്തവേദിനേ ജ്ഞാനസ്വരൂപായ ബുദ്ധായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ദ്വിപഞ്ചാശത്തമോധ്യായഃ. ഇന്ന് 52ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഭഗവാൻ മുചുകുന്ദനെ അനുഗ്രഹിച്ചു. മുചുകുന്ദൻ ഭഗവാനെ നമസ്കാര പ്രദക്ഷിണാദികൾ ചെയ്തിട്ട് ബദരി ആശ്രമത്തിലേക്ക് പോയി. അതിനുശേഷം കൃഷ്ണനും ബലരാമനും കൂടി യവന സൈന്യങ്ങൾ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം എടുത്ത് കാളപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുമ്പോൾ ജരാസന്ധൻ 23 അക്ഷൗഹിണികളുമായി മധുരയിലെത്തി. അപ്പോൾ ഇത് കണ്ട രാമകൃഷ്ണന്മാർ മനുഷ്യധർമ്മം സ്വീകരിച്ചവരായിട്ട് പേടി അഭിനയിച്ച്, അതായത് ജരാസന്ധനെ താനല്ല കൊല്ലേണ്ടത്, ഭീമനെ കൊണ്ട് കൊല്ലിക്കണമെന്ന് വിചാരിച്ച് അവർ കൊണ്ടുവന്ന ധനങ്ങളെല്ലാം, കൊണ്ടുപോയ ആ ധനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അവർ പ്രവർഷണം എന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഇത് കണ്ട ജരാസന്ധൻ അതിന് 4 ചുറ്റും തീയിട്ടു. അപ്പോൾ അവർ മരിച്ചു കാണുമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവരെ കാണാത്തത് കൊണ്ട് ജരാസന്ധനും സൈന്യവും മഗധയിലേക്ക് മടങ്ങി. കൃഷ്ണനും ബലരാമനും ദ്വാരകയിൽ എത്തി. അത് കഴിഞ്ഞ് ബലരാമനും ജയവദന്റെ പുത്രിയായ രേവതിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പരീക്ഷിത്ത് ഭഗവാൻ രുക്മിണിയെ അപഹരിച്ച കഥ വിവരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുക ഉവാച ഇഥം സോനുഗ്രഹീതോങ്ക കൃഷ്ണേന ഇക്ഷ്വാകുനന്ദനഃ തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാത്. ഇഥം സഹ അനുഗ്രഹീതഃ അംഗ കൃഷ്ണേന ഇക്ഷ്വാകുനന്ദനഃ. കൃഷ്ണേന ഇക്ഷ്വാകുനന്ദനഃ തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാത്. അംഗ, ഹേ രാജാവേ, ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്നു, ഹേ രാജാവേ, ഇക്ഷ്വാകുനന്ദനക, ഇക്ഷ്വാകുപുത്രനായ സഹ അവൻ, ആര്? മുചുകുന്ദൻ, കൃഷ്ണനാൽ, ഇക്ഷ്വാകു വംശജനായ, ഇക്ഷ്വാകുവിന്റെ പുത്രനല്ല, മാന്ധാതാവിന്റെ പുത്രനാണ്. ഇക്ഷ്വാകു വംശജനായ മുചുകുന്ദന് കൃഷ്ണനാൽ ഇഥം ഇപ്രകാരം അനുഗ്രഹീത അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തം പരിക്രമ്യ അവനെ, ആരെ? കൃഷ്ണനെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്തു. അപ്പൊ ഭഗവാനിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി മുചുകുന്ദൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് സന്നമ്യ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഗുഹാമുഖത്തിൽ നിന്ന് നിശ്ചക്രാമ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ ഭഗവാനെ നമസ്കരിച്ചിട്ട് മുചുകുന്ദൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇത്തം സോ അനുഗ്രഹീതോങ്ക കൃഷ്ണേന ഇക്ഷ്വാകുനന്ദനഃ തം പരിക്രമ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാത്. ശ്ലോകം 2. സ വീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുത് വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമദിശമുത്തരാം. സഹ വീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുത് വനസ്പതീൻ.
മത്വാ കലിയുഗം പ്രാപ്തം ജഗാമദിശം ഉത്തര. സഹ അവൻ ക്ഷുല്ലകാൻ ഉയരം കുറഞ്ഞ മർത്യാൻ മനുഷ്യരെയും പശുൻ മൃഗങ്ങളെയും വീരുവത് വനസ്പതി ലതകൾ വൃക്ഷങ്ങൾ എന്നിവയെയും വീക്ഷ്യ കണ്ടിട്ട് കലിയുഗം കലികാലം പ്രാപ്തം മത്വ കലികാലം ആരംഭിച്ചു എന്ന് കരുതി ഉത്തരാം ദിശ വടക്ക് ദിക്കിനെ ജഗാമ പ്രാപിച്ചു. അതായത് സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞു, യുഗം തന്നെ മാറി, കാലമെല്ലാം മാറി, നിന്റെ ആൾക്കാരെല്ലാം മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കാലത്തെ ആൾക്കാരെല്ലാം, ദ്വാപരയുഗത്തിലെ ആൾക്കാരെല്ലാം പൊക്കം കൂടിയ ആളുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ കലിയുഗത്തിലെ ആൾക്കാർക്ക് നേരത്തെയുള്ള ദ്വാപരയുഗം കഴിഞ്ഞല്ലോ, അവിടെ അതിലുള്ള ആൾക്കാരെല്ലാം പൊക്കം കൂടിയ ആൾക്കാരായിരുന്നു. അപ്പം മുജുകുന്ദൻ ഈ ഗുഹയ്ക്കകത്ത് ഉറങ്ങി അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ആൾക്കാരെല്ലാം പൊക്കം കുറഞ്ഞവരായിരുന്നു. പശുക്കളും മൃഗങ്ങളും എല്ലാം പൊക്കം കുറഞ്ഞ ആൾക്കാരായിരുന്നു, വൃക്ഷങ്ങളും എല്ലാം. അപ്പോൾ കലിയുഗം ആരംഭിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉത്തരാം ദിശ വടക്ക് ദിശ നോക്കി പോയി. അപ്പോൾ വടക്ക് ദിശ ബദരി ആശ്രമമാണ്, നരനാരായണന്മാർ തപസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മനുഷ്യർക്കും ദേവന്മാർക്കും എല്ലാം ശാന്തി നൽകുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് സഹ അവൻ ക്ഷുല്ലകാൻ ഉയരം കുറഞ്ഞ മർത്യാൻ മനുഷ്യരെയും പശുവിൻ മൃഗങ്ങളെയും വീരുത് വനസ്പതി ലതകൾ വൃക്ഷങ്ങൾ എന്നിവരെയും വീക്ഷ്യ കണ്ടിട്ട് കലിയുഗം കലികാലം പ്രാപ്തം മത്വ ആഗതം എന്ന് കരുതിയിട്ട് ഉത്തരാം ദിശ വടക്ക് ദിക്കിനെ ജഗാമ പ്രാപിച്ചു. വടക്ക് ദിക്കിലേക്ക് മുജുകുന്ദൻ പോയി. സവീക്ഷ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുത് വനസ്പതിയും മത്വ കലിയുഗം പ്രാപ്തം ജഗാമദിശ ഉത്തരാം. ശ്ലോകം 3. തപശ്രദ്ധായുധോ ധീരോ നിസംഗോ മുക്ത സംശയ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. തപശ്രദ്ധായുധ തപസ്സിൽ ശ്രദ്ധയുള്ളവനും, ധീരഹ ഇന്ദ്രിയങ്ങളെ അടക്കിയവനും, നിസ്സംഗ ആസക്തി ഇല്ലാത്തവനും, മുക്ത സംശയ സംശയം അറ്റവനുമായിട്ട് കൃഷ്ണേ കൃഷ്ണനിൽ മനഃ മനസ്സിനെ സമാധായ ഉറപ്പിച്ചിട്ട് ഗന്ധമാദന പർവ്വതത്തെ പ്രവേശിച്ചു. അപ്പൊ തപശ്രദ്ധായുധ തപസ്സിൽ ശ്രദ്ധ ഉറപ്പിച്ചു. ബദരിയാശ്രമത്തിൽ ചെന്ന് തപസ്സിൽ ശ്രദ്ധ ഉറപ്പിച്ചു. അപ്പൊ ധീരഹ ഇന്ദ്രിയങ്ങളെ അടക്കിയവൻ, നിസ്സംഗ ആസക്തി ഇല്ലാത്തവനാണ്. അതായത് പുത്രമിത്ര ധനത്തിൽ തീരെ ആശയില്ലാതെയായി. ഭഗവാൻ ഉപദേശിച്ചല്ലോ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കണമെന്ന്. അങ്ങനെ ഭഗവാനിൽ തന്നെ സ്ഥിരമായി മനസ്സ് നിർത്തി ഗന്ധമാദന പർവ്വതത്തിൽ പ്രവേശിച്ചു. തപശ്രദ്ധായുധോ ധീര നിസംഗോ മുക്ത സംശയ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. ശ്ലോകം 4. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വ സഹശാന്ത തപസ ആരാധയത് ഹരിം. ബദര്യ ആശ്രമം ആസാദ്യ നരനാരായണ ആലയം. നരനാരായണന്മാരുടെ വാസസ്ഥാനമായ ബദര്യാശ്രമത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് സർവദ്വന്ദ്വ സഹ ശീതം ഉഷ്ണം എന്നീ ദ്വന്ദ്ങ്ങളെ സഹിക്കുന്നവനും ശാന്ത വൃത്തികളെ അടക്കിയവനും ആയിട്ട് തപസ് കൊണ്ട് ഹരിയെ ആരാധയ പൂജിച്ചു. അപ്പോൾ അവിടെ ബദര്യാശ്രമത്തില് നരനാരായണന്മാർ തപസ് ചെയ്തിരിക്കുന്ന സ്ഥാനത്ത് അവിടെ എത്തി. അവിടെ നല്ല ശീതമാണ്. ശരീരധർമ്മത്തേക്ക് മറക്കാൻ പറ്റിയ സ്ഥലം. ശീതം ഉഷ്ണ സുഖം ദുഃഖം എന്നീ അവസ്ഥകൾ പ്രയാസം കൂടാതെ സഹിക്കാൻ തക്ക വിധം കാമാതിവൃത്തികളുടെ ശക്തി മുഴുവൻ നശിപ്പിച്ച് മനസ്സിനെ ആത്മാവിൽ വിലയിപ്പിച്ച് മഹായോഗിയായതിനാൽ തൻ്റെ ഈ വിധമുള്ള നിഷ്ഠയാൽ സർവസംസാര ദുഃഖങ്ങളെയും നശിപ്പിച്ച്
പരമവിധി നൽകുന്ന ഭഗവാനെ പൂജിച്ചുകൊണ്ട്, അതായത് ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ് സഹശാന്ത ആരാധയത് ഹരിം. ശ്ലോകം 5. ഭഗവാൻ പുനരാവൃജ്യ പുരീമിവനവേഷ്ടിതാം ഹത്വാംലേച്ച ബലം നിന്യേ തദീയം ദ്വാരകാം ധനം. ഭഗവാൻ പുനഃ ആവൃജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാ ധനം. പുനഃ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യവന വേഷ്ടിതാം യവനനാൽ വളയപ്പെട്ട പുരിയെ ആവൃജ്യ ആഗമിച്ചിട്ട് മ്ലേച്ഛബലം മ്ലേച്ഛ സൈന്യത്തെ ഹത്വ ഹനിച്ചിട്ട് തദീയം അവരെ സംബന്ധിച്ച ധനത്തെ ദ്വാരകയെ നിന്നെ നയിച്ചു. അപ്പം അങ്ങനെ പർവ്വത ഗുഹയിൽ മുചുകുന്ദൻ പോയ ശേഷം ഭഗവാൻ യവന സൈന്യത്താൽ നിരോധിക്കപ്പെട്ടിരുന്ന മധുരാപുരിയിലേക്ക് മടങ്ങി വരുന്നു. ആ മ്ലേച്ഛ സൈന്യത്തെ മുഴുവനും നശിപ്പിക്കുന്നു. അപ്പം അവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ മുതലായവ എടുത്തുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുപോകാൻ ഭഗവാൻ നിശ്ചയിക്കുകയാണ്. ഭഗവാൻ പുനരാവൃജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാംലേച്ച ബലം നിന്നെ തദീയം ദ്വാരകാം ധനം. ശ്ലോകം 6. നീയമാനേ ധനേ ഗോഭേർ നിർഭിശ്ചാച്യുത ചോദിതൈഃ ആജഗാമ ജരാസന്ധ ത്രയോവിംശത്യന്നീകപഃ. നീയമാനേ ധനേ ഗോഭിഃ നിർഭിഃ ച അച്യുത ചോദിതൈഃ. അച്യുതനാൽ പ്രേരിപ്പിക്കപ്പെട്ട, കൃഷ്ണനാൽ പ്രേരിപ്പിക്കപ്പെട്ട നിർഭിഃ മനുഷ്യരാൽ, ഗോഭിഃ കാളകളെ കൊണ്ട്, ധനെ മുതൽ നീയമാനെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ത്രയോവിംശത്യനീകപ 23 അക്ഷൗഹിണിയുടെ അധിപനായ ജരാസന്ധൻ ആജഗാമ അവിടെ വന്നെത്തി. അപ്പോൾ കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് ആൾക്കാരെല്ലാം ഈ യവന സൈന്യത്തിന്റെ ആഭരണങ്ങളും എല്ലാം എടുത്ത് കാളകളുടെ പുറത്ത് വെച്ച് ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ പുറപ്പെടുമ്പോഴുണ്ട് ആ 23 അക്ഷൗഹിണി പടകളുമായി ജരാസന്ധൻ അവിടെ എത്തുന്നു, യുദ്ധത്തിനായി എത്തുകയാണ്. നീയമാനേ ധനേ ഗോപേർ നിർഭിച്ചാച്യുത ചോദിതൈഃ ആജഗാമ ജരാസന്ധ ത്രയോവിംശത്യനീകപഃ. ശ്ലോകം 7. വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാമാപന്നൗ രാജൻ ദുദ്രുവദുർദ്രുതം. വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവൗ. ഹേ രാജാവേ, രിപുസൈന്യസ്യ ശത്രു സൈന്യത്തിന്റെ വേഗരഭസം വേഗാദിത്യത്തെ വിലോക്യ കണ്ടിട്ട് മനുഷ്യചേഷ്ട മനുഷ്യ സ്വഭാവത്തെ ആപന്നവും പ്രാപിച്ചവരായ മാധവന്മാർ ദുരിതം വേഗത്തിൽ ദുദ്രുവു ഓടി. അപ്പോൾ ഈ സൈന്യത്തെ കണ്ടപ്പോൾ സാധാരണ മനുഷ്യരെന്ത് ചെയ്യും? ഇവർ കുറച്ചു പേരല്ലേ ഉള്ളൂ. 23 അക്ഷൗഹിണി പടയുമായിട്ട് മഹാബലവാനായ ജരാസന്ധൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ യുദ്ധത്തിനുള്ള ഒരു സന്നാഹവുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ബലഹീനന്മാർ ഓടും. അപ്പോൾ അത് മനുഷ്യരാണെന്ന് വിചാരിച്ച് ഇവർ ഓടി. കാരണം ഭഗവാനാണ്. ഭഗവാന് നിഷ്പ്രയാസം ജരാസന്ധനെയും സൈന്യത്തെയും കൊല്ലാമായിരുന്നു. പക്ഷേ ഭഗവാന് വേറൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ജരാസന്ധനെ കൊല്ലിക്കുന്നത് അവന് പാപമുള്ളവനാണ്. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ അവന് മോക്ഷം കിട്ടും. അപ്പോൾ അവന് അത്ര മോക്ഷത്തിനൊന്നും അർഹ അല്ല. അതുകൊണ്ട് അവന് ഭീമനെ കൊണ്ട് കൊല്ലിക്കണം എന്നൊരു ഉദ്ദേശം ഭഗവാൻ ഉള്ളതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പേടിച്ചവനെ പോലെ രാമകൃഷ്ണന്മാർ ഓടി. അപ്പൊ മനുഷ്യധർമ്മത്തെ സ്വീകരിച്ചിട്ട് അപ്പൊ ഭഗവാൻ എന്നുള്ള ആ രീതിയില്ല. മനുഷ്യരായാൽ എന്ത് ചെയ്യും? അതുപോലെ ഭഗവാൻ പേടിച്ചവനെ പോലെ ഓടി. വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവോ മനുഷ്യചേഷ്ടാമാപന്നോ രാജൻ ദുദ്രുവദുർദ്രുവം ധൃതം. ശ്ലോകം 8. വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പത്മ പലാശാഭ്യാം ചേരദുർബഹുയോജനം. വിഹായ വിത്തം പ്രചുരം അഭീതൗ
ഭീതവത് പദ്ഭ്യാം പത്മപലാശാഭ്യാം ചേരതുഹു ബഹുയോജനം. പ്രചുരം അധികരിച്ചതായ വിത്തം തനത്തെ വിഹായ വെടിഞ്ഞിട്ട് അഭീതം ഭയപ്പെടാത്തവർ ഭീരുഭീതവർ ഭീരുക്കളേക്കാൾ ഭയപ്പെട്ടവരെന്ന പോലെ പത്മപലാശാഭ്യാം താമര പോലെ മൃദുലങ്ങളായ പദ്ഭ്യാം കാലുകൾ കൊണ്ട് ബഹുയോജനം അധിക ദൂരദേശത്തെ ചേരതു ചരിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ഭയമില്ലാത്ത രാമകൃഷ്ണന്മാർ ഭയപ്പെട്ടവരെ പോലെ അഭിനയിച്ച് യവന സൈന്യങ്ങളിൽ നിന്ന് ശേഖരിച്ച ആ ധനം മുഴുവൻ അവിടെ ഉപേക്ഷിച്ചിട്ട് താമരപ്പൂ പോലെ മൃദുലമായ കാലുകൾ കൊണ്ട് വളരെ ദൂരം ഇങ്ങനെ ഓടി. വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പത്മപലാശാഭ്യാം ചേരദുർബഹുയോജനം. ശ്ലോകം 9. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗത പ്രഹസൻ ബലി അന്വധാവത് രഥാനീകൈർ ഈശയോർ അപ്രമാണവേത്. പലായമാനൗ തൗ ദൃഷ്ട്വാ പലായമാനൗ ഓടുന്നവരായ തൗ അവരെ ദൃഷ്ട്വാ കണ്ടിട്ട് ഓടുന്നവരായ രാമകൃഷ്ണന്മാരെ കണ്ടിട്ട് മാഗതഃ പ്രഹസൻ ബലി മാഗതഃ പ്രഹസൻ ബലി ബലവാനായ മാഗതൻ ആര് ജരാസന്ധൻ പ്രഹസൻ ചിരിച്ചിട്ട് അന്വധാവത് രഥാനീകൈഹി ഈശയോഹോ അപ്രമാണവിത് ഈശ്വരന്മാരുടെ അപ്രമാണവിത് പ്രഭാവം അറിയാത്തവനായിട്ട് അവന് രാമകൃഷ്ണന്മാരുടെ പ്രഭാവം അറിഞ്ഞൂടല്ലോ അറിയാത്തവനായിട്ട് രഥാനീകൈ തേർപ്പടയോടുകൂടി അന്വധാവത് അവരെ പിന്തുടർന്നു അവരെ പിന്നാലെ പോയി അവർ രണ്ടുപേരും കൂടെ ഓടിയപ്പോൾ യവൻ എന്ത് ചെയ്തു ഇവന് അവരുടെ പ്രഭാവം അറിഞ്ഞൂടല്ലോ മഹാത്മ്യം അറിഞ്ഞൂടല്ലോ ഈശ്വരന്മാരാണെന്ന് അറിഞ്ഞൂടല്ലോ അവരെ പിന്നാലെ രഥവും കൊണ്ടോടി. പലായമാനൗ തൗ ദൃഷ്ട്വാ മാഗത പ്രഹസൻ ബലി അന്വധാവത് രഥാനീകൈർ ഈശയോർ അപ്രമാണവേ. ശ്ലോകം 10. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ തുംഗം ആരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യതായത്ര വർഷതി. പ്രദ്രുത്യ ദൂരം സംശ്രാന്തൗ ദൂരം അധിക ദൂരം പ്രദ്രുത്യ പ്രകർഷേണ ഓടിയിട്ട് സംശ്രാന്തൗ അധികം ക്ഷീണിച്ച അവർ കുറേ ദൂരം ഓടിയപ്പോൾ അവർ ക്ഷീണിച്ചു. തുംഗം ഉന്നതമായ അപ്പോൾ ഉയർന്ന ഒരു പർവ്വതം പ്രവർഷണാഖ്യം പ്രവർഷണം എന്നു പേരായ ഗിരിം പർവ്വതത്തെ ആരുഹതാം കയറി പോയപ്പോൾ ഒരു വലിയ പർവ്വതം പ്രവർഷണ പർവ്വതം അതിൽ കയറി. ഈ പർവ്വതത്തിന് പ്രവർഷണം എന്ന് പേര് കിട്ടാൻ കാരണം ഈ പർവ്വതത്തിൽ മഴയുടെ അധിപനായ ഇന്ദ്രൻ എല്ലാ കാലത്തും മഴ പെയ്യിക്കും. അതുകൊണ്ടാണ് പ്രവർഷണം എല്ലാ കാലത്തും വർഷം മഴ പെയ്യിക്കുന്നത് കൊണ്ടാണ് ഇതിന് പ്രവർഷണം എന്ന പേര് കിട്ടിയത്. അപ്പോൾ അവര് രണ്ടുപേരും ഓടിത്തളർന്നു. അപ്പോൾ ഒരു പർവ്വതം കണ്ടു. അപ്പോൾ ഇവരുടെ രഥം പർവ്വതത്തിൽ കയറില്ലല്ലോ, അതുകൊണ്ട് അവരെന്ത് ചെയ്തു പർവ്വതത്തിന്റെ മുകളിൽ കയറി. എത്ര യാതൊന്നിൽ ഭഗവാൻ ഇന്ദ്രൻ നിത്യത എപ്പോഴും വർഷിക്കുന്നു. മഴയുടെ അധിപനാണ് ഇന്ദ്രൻ അവിടെ എപ്പോഴും മഴ പെയ്യിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പ്രവർഷണം എന്ന പേര് കിട്ടിയത്. പ്രദ്രുത്യാദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യതായത്ര വർഷതി. ശ്ലോകം 11. ഗിരൗ നിലീന ആജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിമേധോഭി സമന്താത് അഗ്നിം ഉത്സൃജൻ. ഗിരൗ നിലീനൗ ആജ്ഞായ അതാണ് നിലീനാവാജ്ഞായ നിലീനൗ ആജ്ഞായ സന്ധി പിരിക്കുമ്പോൾ അങ്ങനെ വരും. നിലീനൗ ആജ്ഞായ നിലീനാവാജ്ഞായ ചേർത്ത് വായിക്കുമ്പോൾ നിലീനാ ആജ്ഞായ
നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിം യേഥോഭിഹി സമന്താത് അഗ്നിം ഉത്സൃജൻ. നൃപ, ഹേ രാജൻ, ഗിരൗ, പർവ്വതത്തിൽ നിലീനൗ, ഒളിച്ചവരായിട്ട്, ആജ്ഞായ, അറിഞ്ഞിട്ട്. അപ്പോൾ ജരാസന്ധൻ പിറകെ പോവുകയല്ലേ. അപ്പൊ പർവ്വതത്തിൽ ഒളിച്ചത് അവരറിഞ്ഞല്ലോ. ജരാസന്ധൻ അറിഞ്ഞിട്ട് പദം, സ്ഥാനത്തെ, ജ്ഞാതിഗമ്യ, അറിയാതെ കണ്ട്. അപ്പൊ ഇവര് ഒളിച്ചത് എവിടെയെന്ന് അറിഞ്ഞൂടാ, പർവ്വതത്തിന്റെ മുകളിൽ ചാടി കയറുന്ന കണ്ടു. അപ്പൊ എന്ത് ചെയ്തു? സമന്താത്, 4 പാടും അഗ്നിയും, തീയിനെ ഉത്സൃജ്യ, തീ കത്തിച്ചു. പർവ്വതത്തിന്റെ 4 ഭാഗത്തും വിറകുകൾ കൂട്ടി തീയിട്ടു. ഗിരിം, പർവ്വതത്തെ, ഏതോഭിഹി, വിറകുകൾ കൊണ്ട് ദദാഹ, ദഹിപ്പിച്ചു. അപ്പൊ ചുറ്റും തീയിട്ടപ്പോൾ പർവ്വതത്തില് അവിടെ കാടല്ലേ, കത്തി. അപ്പൊ ഇവരും ഉള്ളിൽ കിടന്ന് ദഹിച്ചു പോട്ടെ എന്ന വിചാരത്തിൽ പർവ്വതത്തിന്റെ 4 ഭാഗത്തും ജരാസന്ധന്റെ ആൾക്കാർ വിറക് കത്തിച്ച് തീയിട്ടു. ഗിരൗ നിലീനാവാജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിമേധോഭി സമന്താദഗ്നിമുത്സൃജൻ. ശ്ലോകം 12. തത ഉത്പത്യ തരസാ ദഹ്യമാനത്തടാതുഭൗ ദശൈകയോജനോ ഉത്തുംഗാത് നിവേദതുർ അധോ ഭുവി. തതഃ ഉത്പത്യ തരസാ ദഹ്യമാനതടാത് ഉഭൗ ദശ ഏക യോജന ഉത്തുംഗാത് നിവേദതുഹു അധോ ഭുവി. ദഹ്യമാനത്തടാ, ദഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രാന്തപ്രദേശത്തോടുകൂടിയ, ദശൈക യോജനോ ഉത്തുംഗ, ദശ ഏക യോജന, ദശൈക യോജന എന്ന് പറഞ്ഞാൽ 11 യോജന, ദശ 10, ഏക 1, 11 യോജന ഉയരമുള്ള തതഹ, അതിൽ നിന്ന് ഉഭൗ, 2 പേരും തരസ, പെട്ടെന്ന്, ഉത്പത്യ, ചാടി. ആ പ്രവർഷണ തീ വന്നത് കണ്ട് അവരെന്ത് ചെയ്തു? അതിന്റെ പുറത്തുനിന്ന് ചാടിയിട്ട് അധോഭുവി, ചുവട്ടിൽ നിവേദതു, നിപതിച്ചു. അപ്പൊ പർവ്വതത്തിന്റെ താഴെ, പർവ്വതത്തിൽ നിന്ന് മുകളിൽ നിന്ന് അവർ പെട്ടെന്ന് ചാടി. ജരാസന്ധന്റെ സൈന്യമില്ലാത്തടത്തോട്ട് അവർ പെട്ടെന്ന് പോയി. തഥ ഉത്പത്യ തരസ ദഹ്യമാന തടാതുഭൗ ദശൈക യോജനോ ഉത്തുംഗാ നിവേദതുർ അധോഭുവി. ശ്ലോകം 13. അലക്ഷ്യമാണോ രിപുണ സാനുഗേന യദൂത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രപരിഖാം നൃപാം. അലക്ഷ്യമാണൗ രിപുണ സാനുഗേണ യദൂത്തമൗ സ്വപുരം പുനർ ആയാതൗ സമുദ്രപരിഖാം നൃപ. സാനുഗേന, പിന്നാലെ വരുന്ന അനുചരന്മാരോടുകൂടിയ, രിപുണ, ശത്രുവിനാൽ, അലക്ഷ്യമാണോ, കാണാത്തപ്പെടാത്തവരായ, യദൂത്തമോ, യദുശ്രേഷ്ഠന്മാർ, രാമകൃഷ്ണന്മാർ, നൃപതേ, ഹേ രാജാവേ, സമുദ്രപരിഖാം, സമുദ്രമാകുന്ന പരിഖത്തോടുകൂടിയ, അതിരുകളോടുകൂടിയ, സ്വപുരത്തെ പുനഃ, പിന്നെ ആയാതോ, പ്രാപിച്ചവരായി ഭവിച്ചു. അപ്പോൾ അവിടുന്ന് അവർ ചാടി പെട്ടെന്ന് സമുദ്രമധ്യത്തിലുള്ള ദ്വാരകയിൽ അവർ പ്രവേശിച്ചു. അപ്പോൾ ജരാസന്ധന്റെ ആളുകൾ അവരെ കണ്ടില്ല. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? ഇവർ ഈ തീയില് വെന്ത് ദഹിച്ചു കാണുമെന്ന് വിചാരിച്ചു. അലക്ഷമാണോ രിപുണ സാനുഗേന യദൂത്തമൗ സ്വപുരം പുനരായാതൗ സമുദ്രപരിഖാം നൃപാം. ശ്ലോകം 14. സോഭി തെക്താവ് ഇതി മൃഷാ മന്വാനോ ബലകേശവോ ബലമാകൃഷ്യ സുമഹത് മഗധോ യയൗ സഹ അപി ദക്തൗ ഇതി മൃഷ മന്വാനഃ ബലകേശവൗ ബലം ആകൃഷ്യ സുമഹത് മാഗധഃ യയൗ. സഹ മാഗധഃ അപി, ആ ജരാസന്ധനും ബലകേശവവും, ബലരാമനും കൃഷ്ണനും, ദക്തൗ, ദഹിച്ചവരായി ഭവിച്ചു എന്ന്. അപ്പൊ ഈ ജരാസന്ധൻ എന്ത് വിചാരിച്ചു?
കൃഷ്ണനും രാമനും ഈ തീയിൽപ്പെട്ട് ദഹിച്ചു എന്ന് വിചാരിച്ച് മൃഷ അബദ്ധമായി മന്വാന വിചാരിച്ചിട്ട് സുമഹത് ഏറ്റവും വർദ്ധിച്ചതായ ബലം സൈന്യത്തെ ആകർഷിച്ചിട്ട് മഗധ രാജ്യത്തെ യയവും മടങ്ങിപ്പോയി. അപ്പോൾ അവർ വിചാരിച്ച രാമകൃഷ്ണന്മാർ അതിൽ ദഹിച്ചു പോയി, അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരുടെ സൈന്യത്തെയും കൊണ്ട് തിരിച്ച് മഗധയിലേക്ക് ജരാസന്ധൻ പോയി. സോഭിദക്താവിധി മൃഷ മന്വാനോ ബലകേശവോ ബലമാകൃഷ്യ സുമഹത് മഗധമാഗതയോ യയോ. ശ്ലോകം 15. ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതീം സുതാം ബ്രഹ്മണാ ചോദിത പ്രാതാത് ബലായേതി പുരോദിതം. ആനർത്താധിപതി, ആനർത്ത രാജ്യത്തിൻ്റെ രാജാവായ ശ്രീമാൻ രൈവതൻ. ആനർത്ത രാജ്യത്തിൻ്റെ രാജാവാണ് രൈവതൻ. രേവതി എന്നു പേരായ സുതാം പുത്രിയെ ബ്രഹ്മാവിനാൽ ചോദിത പ്രേരിപ്പിക്കപ്പെട്ടവനായി ബലരാമനായി കൊണ്ട് പ്രദാനം ചെയ്തു. ഇത് എന്ന് മുമ്പ് ഉദിതം പറയപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബലരാമനെ കൊണ്ട്, അതായത് ഈ രൈവത രാജാവ് ബ്രഹ്മാവിനോട് തൻ്റെ പുത്രിയെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ചോദിക്കാൻ ബ്രഹ്മലോകത്തേക്ക് പോയി. അപ്പോൾ ബ്രഹ്മലോകത്ത് അവിടെ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഇവിടെ യുഗം മാറി. അപ്പോൾ ഇവിടെ ദ്വാപര യുഗമായിപ്പോയി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇനി ദ്വാപര യുഗത്തിലെ ബലരാമനെ കൊണ്ടുവേണം വിവാഹം കഴിപ്പിക്കാൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, ബലരാമനുമായി കൊണ്ട് കൊടുത്തു എന്ന് മുമ്പ് ഉദിതം പറയപ്പെട്ടു. മുമ്പ് ഉള്ളതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അപ്പം അങ്ങനെ ബലരാമന് രൈവത രാജാവിൻ്റെ പുത്രിയായ രേവതിയെ ബലരാമൻ വിവാഹം കഴിച്ചു. ആനർത്താധിപതി ശ്രീമാൻ രൈവതോ രേവതീം സുതാം ബ്രഹ്മണാ ചോദിത പ്രാതാത് ബലായേതി പുരോദിതം. ശ്ലോകം 16. ഭഗവാൻ അഭിഗോവിന്ദ ഉപയേമേ ഗുരുദ്വഹ വൈദർഭീം ഭീഷ്മക സുതാം ഷിയോ മാത്രം സ്വയം വരേ. ശ്ലോകം 17. പ്രമഥ്യ തരസാരാജ്ഞ ശാല്വാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർഷ്യപുത്ര സുധാമിവാം. ഭഗവാനവി ഗോവിന്ദ ഉപയേമേ കുരുദ്വഹ ഹേ കുരുശ്രേഷ്ഠ, ഭഗവാൻ ഐശ്വര്യപൂർണനായ ഗോവിന്ദനും കൃഷ്ണനും ശ്രീദേവിയുടെ മാത്രം അവതാരമായ രണ്ടാമത്തെ ലൈൻ വൈദർഭീം ഭീഷ്മകസുതാം വൈദർഭി, ഭീഷ്മകപുത്രിയായ രുക്മിണിയെ. അടുത്ത 17ാമത്തെ ശ്ലോകമാണ്. പ്രമഥ്യ തരസ രാജ്ഞക ശാല്വ ആദീൻ ചൈദ്യപക്ഷകാൻ ശിശുപാല കക്ഷികളായ ശാല്വൻ മുതലായ രാജാക്കന്മാരെ തരസ പെട്ടെന്ന് തന്നെ പ്രമഥ്യ വിളിച്ചിട്ട് സ്വയംവരത്തിൽ സർവലോകാനാം സകല ജനങ്ങളും പശ്യതാം കണ്ടു നിൽക്കേ താർഷ്യപുത്ര ഗരുഡൻ സുധാമിവ അമൃതത്തെ എന്ന പോലെ ഉപയേമേ അപഹരിച്ചു വിവാഹം ചെയ്തു എന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചു. അതുപോലെ കൃഷ്ണൻ ആരെ വിവാഹം കൃഷ്ണന്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്, വൈദർഭി ഭീഷ്മകന്റെ പുത്രിയായ വൈദർഭിയെ രുക്മിണിയെ ഒരു സ്വയംവരം നിശ്ചയിച്ചു. അതിലെ ശാല്വൻ ശിശുപാലൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വച്ച് കൃഷ്ണൻ എന്ത് ചെയ്തു? രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയി. ദേവലോകത്തിൽ ചെന്ന് ദേവന്മാരെ തോൽപ്പിച്ച് ഗരുഡൻ അമൃത് കൊണ്ടുവന്നതുപോലെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഇത്രയും രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് രുക്മിണിയെ അപഹരിച്ച് കൊണ്ടുവന്നു. രുക്മിണി ആരുടെ അവതാരമാണ്? ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണിയെ അപഹരിച്ചു എന്ന് ശ്രീശുകൻ പറഞ്ഞു. അപ്പോഴാണ്
രാജാവ് പിന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് അപഹരിച്ചതെന്നൊക്കെ. അപ്പം ഇത് ഈ 2 ലൈനും 2 ശ്ലോകവും ഒന്ന് ആദ്യം വായിക്കാം. ഭഗവാനഭി ഗോവിന്ദ ഉഭയമേ കുരുദ്വഹ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ പ്രമഥ്യതരസാരാജ്ഞ ശാല്വാദീൻ ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താർഷ്യപുത്രസുധാമിവാം. ശ്ലോകം 18. രാജോവാച ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമൈതി ശ്രുതം. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ഭഗവാൻ കൃഷ്ണൻ രുചിരാനന മനോഹരമായ മുഖത്തോടുകൂടിയ ഭീഷ്മകസുതാം ഭീഷ്മകന്റെ മകളായ രുക്മിണിയെ രാക്ഷസേന രാക്ഷസം എന്നു പേരായ വിധാനേന മാർഗത്താൽ ഉപയേമേ ഇതി വിവാഹം ചെയ്തുവെന്ന് ശ്രുതം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ രാജാവ് പരീക്ഷിത്ത് പറയാണ്, ആ ഭീഷ്മകന്റെ മകളായ രുക്മിണിയെ രാക്ഷസ രീതിയിൽ ഭഗവാൻ വിവാഹം ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വീരന്മാരായ രാജാക്കന്മാരെ ജയിച്ച് സ്വയംവരത്തിൽ എല്ലാവരെയും ജയിച്ചിട്ട് കന്യകയെ അവിടെ നിന്ന് അപഹരിച്ചു പോകുന്നതിനാണ് രാക്ഷസം എന്ന് പറയുന്നത്. വിവാഹം 8 തരത്തിലുണ്ട്. അതിൽ രാക്ഷസം എന്ന് പറയുന്ന വിവാഹം ഇതാണ്. അതായത് സ്വയംവരം നിശ്ചയിക്കും, രാജാക്കന്മാർ വന്നുകൂടും, അതിൽ നിന്ന് ഈ കന്യക പിന്നെ സാധാരണ സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താണ്, കന്യക ആരെ ഇഷ്ടപ്പെടുന്നു അവരെയാണ് വിവാഹം ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, രാജാക്കന്മാർ നോക്കി നിൽക്കെ ആ കന്യകയെ അപഹരിച്ചു കൊണ്ടുപോയി. അതിനാണ് രാക്ഷസി വിവാഹം. അപ്പം രാക്ഷസി എന്ന രീതിയിൽ വിവാഹം ചെയ്തുവല്ലോ എന്ന് കേട്ടിട്ടുണ്ട് എന്ന് രാജാവ് പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിക്കുകയാണ്. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ശ്ലോകം 19. ഭഗവൻ ശോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യഥാ മാഗധശാല്വാദീൻ ജിത്വാ കന്യാം ഉപാഹരത്. ഭഗവൻ ശ്രോതും ഇച്ഛാമി കൃഷ്ണസ്യ അമിത തേജസഃ യഥാ മാഗധ ശാല്വാദീൻ ജിത്വാ കന്യാം ഉപാഹരത്. ഭഗവൻ, ഹേ ഭഗവാനായുള്ളവനെ, മാഗധ ശാല്വാദീൻ, മാഗധൻ എന്ന് വെച്ചാൽ ജരാസന്ധൻ, ശാല്വൻ മുതലായവരെ ജിത്വ ജയിച്ചിട്ട് കന്യകയെ രുക്മിണിയെ യഥാ ഏതുവിധം ഉപാഹരത് അപഹരിച്ചു എന്നുള്ള അമിത തേജസഹ മഹാബലവാനായ കൃഷ്ണന്റെ ചരിതത്തെ ശ്രോതും കേൾക്കാനായിക്കൊണ്ട് ഇച്ഛാമി ആഗ്രഹിക്കുന്നു. അപ്പോൾ ജരാസന്ധൻ, ശാല്വൻ മുതലായ രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് രുക്മിണിയെ ഭഗവാൻ എങ്ങനെയാണ് അപഹരിച്ചത് അത് വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പരീക്ഷിത്ത് ശ്രീശുകനോട് പറയുകയാണ്. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യഥാ മാഗധ ശാല്വാദീൻ ജിത്വാ കന്യാമുപാഹരത്. ശ്ലോകം 20. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാം സ്വാധീർലോകമലാപഹാഹ കോനു തൃപ്യേത ശൃണ്വാന ക്ഷുതജ്ഞോ നിത്യനൂതനാഹ. ബ്രഹ്മൻ കൃഷ്ണകഥാഹ പുണ്യാഹ സ്വാധീഹി ലോകമലാപഹാഹ കഹ നു തൃപ്യേത ശൃണ്വാനഃ ശ്രുതജ്ഞഃ നിത്യനൂതനാഹ. ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, പുണ്യാഹ പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നവയും സ്വാധീഹി സുഖത്തെ ഉണ്ടാക്കി തീർക്കുന്നവയും ലോകമലാപഹ ലോകത്തിൻ്റെ അവിദ്യാദി ദോഷങ്ങളെ അപഹരിക്കുന്നവയും നിത്യനൂതന എപ്പോഴും പുതിയത് എന്ന പോലെ തോന്നുന്നതുമായ നിത്യവും നൂതനമായിരിക്കുന്ന കൃഷ്ണകഥ. അപ്പോൾ കൃഷ്ണകഥകൾ എത്ര നമുക്ക് കേട്ടാലും എപ്പോഴും പുതിയത് കേൾക്കുന്നത് പോലെ ഇരിക്കും, അല്ലേ? കൃഷ്ണകഥകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരോരിക്കൽ കേൾക്കുമ്പോഴും അത് പുതിയത് എന്ന് തോന്നുന്ന ആ കൃഷ്ണ കഥകളെ ശൃണ്വാന കേൾക്കുന്ന
ശ്രുതജ്ഞക കേട്ടതിൻ്റെ സാരമറിയുന്ന കഹ യാതൊരുത്തൻ തൃപ്തിയേത തൃപ്തിപ്പെടും. അപ്പോൾ കൃഷ്ണകഥകൾ അതിൻ്റെ സാരമറിയുമ്പോൾ അത് എത്ര കേട്ടാലും നമുക്ക് മതി വരികയില്ല. കേട്ടാൽ വീണ്ടും വീണ്ടും കൃഷ്ണകഥകൾ നമുക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. ആ കൃഷ്ണകഥകൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദോഷത്തെ മുഴുവനും ഇല്ലാതാക്കി അന്ധകരണം ശുദ്ധമാക്കുന്ന കഥകളാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനോട് ഒരു മടുപ്പും തോന്നില്ല. എപ്പോഴും കേട്ടാലും പുതിയത് പുതിയതെന്ന് തോന്നും. സപ്താഹങ്ങൾ എത്രയേ വരുന്നു, എത്ര കാലം കൊണ്ട് സപ്താഹമുണ്ട്. പക്ഷെ ഏത് കേട്ടാലും നമുക്കത് പുതിയ കഥ കേൾക്കും പോലെ തോന്നും. ഇപ്പോൾ എവിടെ സപ്താഹം ഉണ്ടെങ്കിലും നമ്മൾ കേൾക്കാനും പോകും, അല്ലേ? എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? നമുക്ക് കൃഷ്ണകഥകൾ എത്ര കേട്ടാലും മതി വരികയില്ല. അതുകൊണ്ടാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയെല്ലാം, കാമക്രോധ ലോപമോഹ മതവാത്സര്യങ്ങളെയെല്ലാം ഇല്ലാതാക്കി അന്ധകരണം ശുദ്ധമാക്കുന്നതാണ്. അത് ആ ഭഗവാൻ നമ്മുടെ സ്വരൂപം നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ഈ കൃഷ്ണകഥകൾ. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്തത്. കേൾക്കുമ്പോഴും പുതിയതാണെന്ന് നമുക്ക് തോന്നും. ബ്രഹ്മൻ കൃഷ്ണകഥ പുണ്യ സോധീർലോകമലാപഹ കോനു തൃപ്യേത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതനാഹ. ബാക്കി ഭാഗം ഇനി അടുത്ത ക്ലാസ് പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.